ഒരാശയം മുന്നോട്ട് വെച്ചു. പാലത്തിൻ്റെ ചുവട്ടിലെ സ്ഥലമുള്ള എല്ലായിടങ്ങളിലും അത് ജനങ്ങൾക്ക് വന്നും പോകാനും സൗകര്യമുള്ള പാർക്കുകളാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പാലത്തിൽ അല്ല അദ്ദേഹം പറഞ്ഞത്, മറ്റൊരു പാലം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് ഇവിടെയാണ് അതിനാവശ്യമായ സ്ഥലം ലഭ്യമായത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രയോറിറ്റി ഇതിന് കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പെരുമണ്ണ പഞ്ചായത്ത് ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. 1 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അതിൽ പഞ്ചായത്ത്, ഈ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തും, അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റും ഒരു വിഹിതം MLAയും എടുത്തുകൊണ്ടാണ് ആ പദ്ധതി അവിടെ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം വന്നപ്പോൾ ഈ പ്രദേശത്തെ വയോജനങ്ങൾ ഈ ഒരു കാര്യം വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രഥമ പരിഗണന ഇതിന് നൽകിക്കൊണ്ട് നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കാൻ, ടൂറിസം വകുപ്പിൽ നിന്ന് ഇതിന് ഇനിയും പണം ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. 37 ലക്ഷം, ഈ ഒരു തോത് 25-അനുസരിച്ചുള്ള ഒരു 37 ലക്ഷം രൂപ അതിൽ നിന്നും കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് ഒരു വരുമാനമാർഗം ആകും എന്നുള്ള നിലയിൽ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ഞാനിവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു 10-100 ആൾക്ക് ഒത്തുകൂടാനുള്ള ഒരു ഹാള് നിർമ്മാണം നടത്തുകയാണ്. അതന്നെ നാട്ടിന്റെ പുരോഗതി. ഒരു കാര്യം വരുന്ന സമയത്ത് വേറൊരു കാര്യം അങ്ങനെ വരും. ഇപ്പോൾ ഈ ഒരു കിണർ, പഴയ കിണർ, ആ കിണർ നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം എഞ്ചിനീയർമാരോട് ചോദിച്ചാൽ അത് ചെരിഞ്ഞതുകൊണ്ട് അവർ സമ്മതിക്കൂല. അതിന് അവർക്ക് പല ഇതുണ്ടാവും. പക്ഷെ ആരെങ്കിലും ഇവിടുത്തെ സാമൂഹ്യ സംഘടനകൾ ഏറ്റെടുത്ത ഒരു കോണി വെച്ചാൽ ആ ഷട്ടറൊക്കെ ഒഴിവാക്കിയാൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് ഒരു ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതുകൊണ്ടായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ചാത്തമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ ഏറ്റവും അധികം സഹായിച്ചൊരു പഞ്ചായത്താണ്. ഗവൺമെന്റ് പറഞ്ഞു ഒരു ഗവൺമെന്റ് കോളേജ് തരാം, എന്തായാലും കണ്ടീഷൻ 5 ഏക്കർ സ്ഥലവും വേണം, കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണം. കെട്ടിടം ഉണ്ടാക്കാൻ MLA വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും, അദ്ദേഹം ആസ്തി വികസനം ഉണ്ടെന്ന്. പക്ഷേ സ്ഥലം എന്ന് പറയുന്നത് ചാത്തമംഗലം പഞ്ചായത്ത് എടുത്തുണ്ട്. എല്ലാ പഞ്ചായത്തിനെയും വിളിച്ച് ചോദിച്ചു. ഒളവണ്ണക്കാർ പറഞ്ഞു അവർക്ക് ആവശ്യമില്ല, അവർക്കൊരു കോളേജ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തിനെയും വിളിച്ച് ചോദിച്ചപ്പോൾ ചാത്തമംഗലാണ് പറഞ്ഞു ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടി. അപ്പോൾ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു മണ്ഡലത്തിൽ IT എന്ന് പറഞ്ഞപ്പോൾ ആര് സ്ഥലം തരുമെന്ന് ചോദിച്ചപ്പോഴും ചാത്തമംഗലക്കാർ പറഞ്ഞു ഞങ്ങൾ തരാം. അപ്പൊ അത് ഇങ്ങോട്ട് സഹായിക്കുന്ന ആളുകൾ അങ്ങോട്ട് സഹായിക്കാൻ നമുക്കൊരു മനസ്സിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കാരണം അതിൻ്റെ ജനങ്ങൾക്കൊരു ആശയം കാണും. ഈ ആശയം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ആശയം വരുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്കത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഐഡിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഈ സുഹൃത്തുക്കൾ ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു പരിപാടി നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത്. ഇപ്പോൾ കൂളിമാട് 5 റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ്. 5 പൊതുമരാമത്ത് റോഡുകളാണ്. അപ്പോൾ അതനുസരിച്ച് അങ്ങാടി നന്നായി വികസിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും യോജിച്ചു നിന്നാൽ നമുക്ക് ഇനിയും ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് കുന്നമംഗലം കോളേജ് ഇവിടെയാണ്, കുന്നമംഗലം IT ഒക്കെ ചാത്തമംഗലത്തള്ള പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇനിയും കൂടുതൽ സജീവമായി മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പറയുകയാണ്. ഇവിടെ ഒരു ബോട്ടിംഗ് തുടങ്ങാനുള്ള ഒരു ആലോചന കൂടി ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ആ കാര്യത്തിലൊരു പഞ്ചായത്തിൻ്റെ ഒരു വരുമാനം കൂടിയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇവിടെ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകാരോ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടി ആലോചിച്ചാൽ നമുക്കത് വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏതായാലും നിങ്ങൾക്കൊക്കെ ഇത് നല്ല താല്പര്യമുണ്ട് എനിക്ക് മനസ്സിലായി. ഇത്രയും സമയത്ത് ഈ വേദനകളൊക്കെ ഇവിടെ വന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നമുക്കിതിൻ്റെ പ്രവൃത്തി ടെൻഡർ ചെയ്ത് അത് എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രവൃത്തികൾ കൂടി അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേഗം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വയോജനങ്ങളുടെ ചിരകാലാഭിലാഷമായ ഈ മിനി പാർക്കിന്റെ ശിലാസ്ഥാപന കർമ്മം ഔപചാരികമായി നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.